തോട്ടത്തുംപടിയിലെ പല രാത്രികളും കടന്നുപോയിക്കൊണ്ടിരുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഓരോ രാത്രികളും കടന്നു പോകുന്നത്. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അറിവായിരുന്നു തോട്ടത്തുംപാടി മഹല്ലിലെ ആ ഖത്തീബിൻ്റെ മുറിയിൽ ഇശാ നമസ്കാര ശേഷം ഒരുമിച്ച് കൂടുന്ന ധാരാളം ചെറുപ്പക്കാർ അനുഭവിച്ചറിഞ്ഞ പുതിയ പുതിയ അറിവുകൾ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും എല്ലാം ഒരു പുതിയ വെളിച്ചം ഓരോ വ്യക്തികളിലേക്കും കടക്കുകയായിരുന്നു. ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതും പരസ്പരം സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പങ്കുചേർന്നുകൊണ്ട് തന്നെ നടത്തുന്നതിലും, അതുപോലെ തന്നെ സൂഫിസത്തെക്കുറിച്ചിട്ടുള്ള അറിവുകളും എല്ലാം രാത്രിയുടെ സംഭാവനകളായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ആനന്ദത്തോടുകൂടി ആത്മീയ വിഷയങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ സന്ദർഭത്തിലൊക്കെ ചിലപ്പോൾ അദ്ദേഹം രാത്രിയുടെ യാമങ്ങളിലൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നമുക്കൊരു സിയാറത്ത് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് 12 മണിക്കോ 1 മണിക്കോ ആ റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടക്കുകയും അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളും പുറകെ നടന്നു പോകുന്ന ഓരോ രാത്രികളും, ആ രാത്രികളിൽ അവിടെ നിന്ന് നടന്ന് പൊന്നുരുന്തി പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യലും, അങ്ങനെ വ്യത്യസ്തമായ പുതിയ പുതിയ അറിവുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. റോഡിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും മൃഗങ്ങൾ വണ്ടിയിടിച്ച് റോഡിൻ്റെ നടുക്ക് കിടപ്പുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് തന്നെ എടുത്ത് മാറ്റിക്കുകയും ഇനി അഥവാ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അത്തരം മനോഭാവങ്ങൾ ഞങ്ങൾക്കുണ്ടാവുകയും അങ്ങനെ വളരെ കൂട്ടായ്മയോടുകൂടി ഓരോ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും തോട്ടത്തുംപടി മഹലിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. എല്ലാവരും അറിയപ്പെടുന്ന വളരെയധികം പ്രസിദ്ധനായ ഒരു വ്യക്തിയുമാണ്. ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ആളും മൺമറഞ്ഞു പോയി. ഒരു പരിധിവരെ എല്ലാ സ്നേഹബന്ധങ്ങളും കൂട്ടായ്മകളും ഒക്കെ തകർന്നടിഞ്ഞത് അദ്ദേഹം പരിചയപ്പെടുത്തിയ ആ തങ്ങളിലൂടെ ആയിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സംശയമില്ലാതെ ഓരോ വ്യക്തികളും ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ലാതെ ഈ പള്ളിയിലെ ഖത്തീബിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഈ പറയുന്ന തങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾ ആഴ്ചയിലൊരിക്കൽ വരികയും അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നും തൻ്റെ അടുക്കൽ ആരും ഉണ്ടാകരുതെന്നും അദ്ദേഹം തങ്ങൾ ആണെന്നും അതുകൊണ്ട് ആ ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ
ഞങ്ങളെല്ലാവരും അദ്ദേഹം വരുമ്പോൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അതുപോലെ തന്നെ ചിലർ രോഗങ്ങളും മറ്റിതര പ്രശ്നങ്ങളുമൊക്കെ തങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരങ്ങൾ തേടുന്ന ഒരു രീതിയും ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ വളരെയധികം സ്നേഹവും സൗഹാർദ്ദവും കലർന്ന ഒരു അന്തരീക്ഷമായിരുന്നു തോട്ടത്തുംപടിയിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അക്കാലത്ത് ഏത് മഹലിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പള്ളിയുടെ മുറി, ഖത്തീബിൻ്റെ മുറി തുറന്നിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ചാൽ അത് തോട്ടത്തുംപടി മഹലിലെ ഈ മഹൽ വ്യക്തിയുടെ മുറി മാത്രമായിരിക്കും. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് സുഖമായി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ആ രാത്രിയിൽ തനിക്ക് കിട്ടിയ ആഹാരം തൻ്റെ റൂമിലുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ഉറക്കമൊഴിഞ്ഞ് വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഞങ്ങൾക്കെല്ലാം ഇൽമു പറഞ്ഞു തരുന്ന ആ മഹൽ വ്യക്തിത്വവും നമ്മളെ വിട്ടു പോയി. ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട്. പറയേണ്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പറയപ്പെടേണ്ട കാര്യങ്ങൾക്കെല്ലാം ഉടമസ്ഥരായവരെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം അങ്ങനെ കാലങ്ങൾ കടന്ന് പുതിയ അറിവുകളും ഇൽമുകളും ഈ തങ്ങളും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോരുമ്പോൾ ആ മഹലിൽ മറ്റൊരു വിഭാഗം ശത്രുതയുമായി രംഗപ്രവേശം ചെയ്യുന്നുണ്ടായിരുന്നു. പരിഹാസികളുടെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ പല രീതിയിൽ നേരിട്ടുകൊണ്ട് ഞങ്ങളുടെ വളർച്ച അവർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലും അതുപോലെ മറ്റിതര പ്രശ്നങ്ങളുമൊക്കെ അരങ്ങേറി അത് വാക്കുതർക്കങ്ങളും തമ്മിത്തല്ലുമൊക്കെ ആയിക്കൊണ്ട് ദിനങ്ങൾ പലത് കടന്നു. അവിടുത്തെ സ്റ്റോറി വിവരിച്ചാൽ അത് ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല. കേൾക്കുന്നവർക്ക് പുതുമയും ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ പരിഹാസികൾക്ക് പരിഹസിക്കാൻ ഒരു സൗകര്യവും ഒക്കെ ആയിത്തീരുന്ന രീതിയിലായിരിക്കും പിന്നീടുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വിഷയം എന്താണോ അത് പറഞ്ഞു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ്. കാരണം ആത്മീയ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ അനുഭവങ്ങളും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോഴുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും മനുഷ്യൻ്റെ ഈഗോയും ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്ന് പറയുന്ന കാഴ്ചപ്പാടുകളും ഒക്കെയാണ് അവിടെ ഏറ്റവും അധികം തർക്കങ്ങൾക്ക് കാരണമാകുന്നത്. കാരണം 15 വർഷക്കാലം അടക്കി ഭരിച്ച ഒരു പണ്ഡിതനും കേവലം ഒരു 3 വർഷത്തോളം തോട്ടത്തുംപടി മഹലിലേക്ക് പെട്ടെന്ന് കടന്നു വരികയും ധാരാളം ചെറുപ്പക്കാർക്കിടയിൽ ഇടം തേടി അവരുടെ സൗഹൃദ വലയത്തിൽ ആകുകയും ചെയ്ത ആ പണ്ഡിതനോട് ആ നാട്ടിലെ ചില പ്രമാണിമാർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ മഹലിൽ നിന്ന് പുറത്താക്കാനുള്ള പലതരത്തിലുള്ള പരിശ്രമങ്ങളും അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തിയ തങ്ങൾ പോലും ഒരു ഈഗോയുടെ ഉടമസ്ഥനായിരുന്നു എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ അവിടെ ഭിന്നിക്കപ്പെട്ടത് ആ ഒരു വ്യക്തിയിലൂടെ ആയിരുന്നു. അതെല്ലാം വലിയ വലിയ കഥകളാണ്. അത്തരം കഥകളാണ് ഏതൊരു വിശ്വാസത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലേക്ക് കഥകൾ കൊണ്ടുപോകുന്നത്. എങ്കിലും
കാര്യങ്ങൾ മറച്ച് വെക്കാതെ ചെറിയ രൂപത്തിൽ അതിനെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ നീണ്ട 3 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പലരെയും ചൊടിപ്പിക്കുകയും അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും പുതിയൊരു ഭരണഘടനാ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും 15 വർഷം അടക്കി ഭരിച്ചിരുന്ന ഒരേ കമ്മിറ്റി അവിടെ പൊളിയുകയും പുതിയൊരു ഇലക്ഷൻ സംവിധാനത്തെ അവിടെ കൊണ്ടുവരികയും അങ്ങനെ ആ ഇലക്ഷൻ അവിടെ നടക്കുകയും അതിൽ മറ്റൊരു വിഭാഗം ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു നല്ല ഒരു പ്രസ്ഥാനം ഉടലെടുക്കാൻ വേണ്ടി ചെയ്ത ആ ഒരു ത്യാഗം അവിടെ ജയിച്ചത് മറ്റൊരു വിഭാഗമായി പോയി എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അത്തരക്കാർക്കിടയിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാതെ സ്വയം രാജി സമർപ്പിച്ചുകൊണ്ട് ആ പള്ളിയിൽ നിന്നും വിരമിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടി ആ മഹലിലെ ആ രാത്രി സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ മുറി എന്നും അടക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ഒരു റമളാനിൽ അദ്ദേഹം പ്രഭാഷണം നടത്താൻ തുനിഞ്ഞപ്പോൾ അത് കമ്മിറ്റി വിലക്കുകയും റമളാനിലെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ എല്ലാവരും മാനസികമായി വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ നാട്ടിലെ കുറേ മദ്യപാനികൾ, മുസ്ലിങ്ങളായ മദ്യപാനികൾ ഒരുമിച്ച് കൂടുകയും അവർ ഒരു കൂട്ടമായി വന്ന് പള്ളിക്ക് മുമ്പിൽ നിന്ന് ബഹളം വെക്കുകയും അദ്ദേഹം പ്രസംഗിച്ചില്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് കയറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മഹല്ലിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സന്ദർഭം വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരത്ഭുതകരമായ കാഴ്ച അന്ന് ഞങ്ങൾ കണ്ടതാണ്. അന്ന് അദ്ദേഹം ആ രാത്രിയിൽ പ്രസംഗിച്ച പ്രസംഗം എൻ്റെ മനസ്സിൽ നിന്നും ഇന്നും മാഞ്ഞിട്ടില്ല. എത്ര വലിയ സ്ഥാനം ലഭിച്ചാലും, എത്ര വലിയ ഉന്നത പദവിയിലിരുന്നാലും, എത്ര വലിയ തറവാട്ടുകാരനായിരുന്നാലും ശരി, ആ തറവാട്ടുകാരനായാലും ഉന്നത പദവിയിലിരിക്കുന്നവനായാലും ശരി, എത്ര വലിയവനായാലും ശരി, ഒരിക്കൽ നീ ഇവിടെ നിന്ന് പോകേണ്ടവനാണ്. അദ്ദേഹം അതിനെ ഉദാഹരണമാക്കിക്കൊണ്ട് സംസാരിച്ചത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വലിയ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടും യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ആരാണ് സാലിഹ്യങ്ങൾ? സാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫക്കീറന്മാരുണ്ട്, മിസ്കീങ്ങളുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ട്. ആ സാലിഹ്യങ്ങളുടെ കമ്പനിയാണ് ഏറ്റവും വലിയ കമ്പനി. അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കിക്കോ. അല്ലാതെ നിൻ്റെ മഹിമ, നിൻ്റെ അഹംഭാവം, നിൻ്റെ പവർ, ഇതൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും തന്നെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഒരു പ്രഭാഷണം എനിക്കിന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അനുഭവിച്ച ഓരോ അറിവുകളും മറക്കാൻ കഴിയാത്തതാണ്. സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞു പോയാലും നമുക്ക് കിട്ടുന്ന ഇൽമ് അത് നമുക്ക് കളയാൻ പറ്റില്ല, അത് നമുക്ക് മറക്കാൻ കഴിയില്ല. അത് നമ്മുടെ സിരകളിലേക്ക് കയറി പോകുന്നതാണ്. അതുകൊണ്ട് ലോകാവസാനം വരെയും അല്ലെങ്കിൽ എൻ്റെ അവസാനം വരെയും ഞാൻ ആത്മീയമായ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ പറഞ്ഞു പോകാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ നാവിൽ നിന്ന് ഇൽമ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അവർ തന്നെയാണ്. അവർ പരിചയപ്പെടുത്തി തന്നെ മഹാന്മാരാണ് അതിന് കാരണം. പരിചയപ്പെടുത്താതെ നമുക്കെവിടെയും എത്താൻ കഴിയില്ലല്ലോ.
അപ്പോൾ സൂഫിസത്തിൻ്റെ മേഖലയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഇന്നത്തെ കാഴ്ചപ്പാടുകൾ വെറും കേട്ടുകേൾവിയും ആരെങ്കിലും പറഞ്ഞുള്ള അറിവുമല്ലാതെ സ്വയം അനുഭവിച്ചറിഞ്ഞ ഒരുത്തനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പോൾ ഒരുപാട് രാത്രികളും പകലുമൊക്കെ ആ മേഖലയിൽ വളരെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച് അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഹംസക്കോയയെപ്പോലെ മറ്റ് ധാരാളം ചെറുപ്പക്കാർ, കുഞ്ഞുമോൻ, അതുപോലെ ഫൈസൽ, അതുപോലെ എൻ്റെ 2 അനിയന്മാർ, അതുപോലെ തന്നെ മജീദ്, ജബ്ബാർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ തങ്ങൾ മുഖാന്തരം എല്ലാവരും ആശയക്കുഴപ്പത്തിലാക്കുകയും തങ്ങളെ സ്നേഹിക്കുന്നൊരു വിഭാഗം തങ്ങളോടൊപ്പവും ഈ ഉസ്താദിനെ സ്നേഹിക്കുന്നവർ ഉസ്താദിനോടൊപ്പവും നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ 2 കൂട്ടരും ആദ്യം സ്നേഹിച്ചത് ഈ ഉസ്താദിനെയാണ്. ഈ ഉസ്താദാണ് ആ തങ്ങളെ പരിചയപ്പെടുത്തിയത്. എന്നിട്ട് ആ തങ്ങളിലേക്കും പോയ കുറേ ആളുകളുണ്ട്. അങ്ങനെയിരിക്കെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അദ്ദേഹം ആത്മീയമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ആളുകൾ 2 വിഭാഗമായി.